50 വർഷത്തെ പ്രവാസത്തിനു ശേഷം സ്വന്തം വീട്ടുവളപ്പിൽ പരിമിതമായ സ്ഥലത്ത് ജൈവകൃഷിയിൽ വിസ്മയം തീർക്കുകയാണ് മജീഷ്യൻ കൂടിയായ വാടാനപ്പള്ളി പട്ലങ്ങാടി രായമ്മരക്കർ വീട്ടിൽ സൈനുദ്ദീൻ. തൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പഴങ്ങളും പച്ചക്കറികളും സ്വന്തമായി തന്നെ അദ്ദേഹം വിളയിച്ചെടുക്കുന്നുണ്ട്. സ്ഥലപരിമിതിയെ മറികടക്കാൻ ആധുനിക കൃഷിരീതികളിൽ പുത്തൻ പരീക്ഷണങ്ങളും ഇദ്ദേഹം നടത്തുന്നുണ്ട്. വെർട്ടിക്കൽ കൃഷിരീതിയും തുള്ളിനനയും തിരിനനയും മണ്ണില്ലാ കൃഷിയും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. താൻ ആർജിച്ചെടുത്ത കൃഷി അറിവുകൾ പകർന്നു നൽകാൻ ഏറെ ആവേശമാണ് സൈനുദ്ദീന്. പച്ചക്കറികൾക്ക് പുറമെ വിവിധ പഴവർഗ്ഗങ്ങളും ഇദ്ദേഹം വിളയിച്ചെടുക്കുന്നുണ്ട്. എത്ര വിളവുണ്ടായാലും കൃഷി ചെയ്തുണ്ടാക്കുന്നതൊന്നും ഇദ്ദേഹം വിൽക്കാറില്ല. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കുമായി പങ്കിട്ടു കൊടുക്കുകയാണ് പതിവ്. മട്ടുപ്പാവിൽ കോവയ്ക്ക, പച്ചമുളക്, പയർ, കയ്പയ്ക്ക, തക്കാളി എന്നിവ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. വീട്ടുമുറ്റത്ത് പച്ചക്കറികൾക്ക് പുറമെ വിവിധയിനം പഴവർഗ്ഗങ്ങളുമുണ്ട്. വാടാനപ്പള്ളി കൃഷിഭവന്റെ അകമഴിഞ്ഞ സഹകരണം ഇദ്ദേഹത്തിനുണ്ട്. വാടാനപ്പള്ളി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ജ്യോതി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ പൂർണ്ണ പിന്തുണ നൽകുന്നതായും സൈനുദ്ദീൻ പറഞ്ഞു. മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഒരു കർഷകനാകാന്നുള്ളത്. വാടാനപ്പള്ളിയിൽ കൃഷി ഓഫീസറായിട്ട് വന്ന ശ്രീ ഗോമർ സാറ് അദ്ദേഹമായിരിക്കണം എന്നെ തിരിച്ചറിഞ്ഞത്. ഇദ്ദേഹം കൃഷിയിലേക്ക് പറ്റുമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത്. അതിനുശേഷം വന്ന എല്ലാ കൃഷി ഓഫീസർമാരും എല്ലാ കൃഷിഭവനിലെ ഈ അവിടുത്തെ സ്റ്റാഫും എല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അവർ വേണ്ടുന്ന ഉചിതമായിട്ടുള്ള വന്നിട്ടും നിർദ്ദേശിച്ചിട്ടും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇത്രത്തോളം സ്നേഹം കിട്ടി, ഇത്രത്തോളം പരിചയം എനിക്ക് കിട്ടിയത് വലിയ പരിചയമല്ല, എന്നെ സംബന്ധിച്ച് വലിയ പരിചയമാണ് കിട്ടിയത്. എൻ്റെ സഹജീവികൾ കൂടി പകർന്നു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇന്ന് ഭൂമി വേണം കൃഷി ചെയ്യാൻ വേണ്ടി. ഭൂമി ഇല്ലാത്തവന് മറ്റുള്ളവരെ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യണം. നമ്മുടെ ആധികാരികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷരഹിത പച്ചക്കറി, വിഷരഹിത ഭക്ഷണം ഇന്ന് എല്ലാ രംഗങ്ങളിലും കലർന്നിട്ട് വരുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ ഗവേഷണ പരീക്ഷണങ്ങൾ ഉള്ള അറിവ് വെച്ചും കൊണ്ട് ഞാൻ നടത്തിയിരുന്നത് സാധാരണക്കാർക്ക് ഈ സ്ഥലമോ അല്ലെങ്കിൽ മറ്റു കൃഷി ചെയ്യാനുള്ള ഇതോടെ ഇല്ലെങ്കിൽ തന്നെ അവർക്ക് കൃഷി ചെയ്തിട്ട് നല്ല ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കുകയാണ്. പേരക്കുട്ടികളായ സായിദ്, സയാൻ എന്നിവരാണ് കൃഷിപ്പണിക്ക് കൂട്ടായി സൈനുദ്ദീനൊപ്പമുള്ളത്. കർഷക സുഹൃത്തുക്കളായ പ്രസന്നൻ വയക്കാട്ടിൽ, RK സുബൈർ, അഷ്റഫ് എന്നിവർ കൃഷി അറിവുകൾ പങ്കുവെച്ച് ഇദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട്. കൃഷിയിടം പരിമിതമായിട്ടുള്ള ഈ സ്ഥലത്ത് പച്ചക്കറി ആയാലും ഫലവൃക്ഷങ്ങളായാലും ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കൊരു മാതൃകാ കൃഷിത്തോട്ടം ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വരാറുണ്ട് സൈനികരെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിനെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ആൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഈ കൃഷിത്തോട്ടത്തിലേക്കാണ്. അവിടെ വന്നെല്ലാം നോക്കി വളം എല്ലാം ചെയ്യാണെങ്കിൽ ചെയ്ത് എന്തെങ്കിലും പൊട്ടിക്കുകയാണെങ്കിൽ പൊട്ടിച്ച് ആളൊരു 90% സമയവും ഈ കൃഷി നടത്തുന്ന ഈ കൃഷിത്തോട്ടത്തിൽ തന്നെയായിരിക്കും. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മികച്ച ഹൈടെക് കർഷകനായി സൈനുദ്ദീൻ ഈ വർഷം തെരഞ്ഞെടുത്തിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മാജിക് പഠിച്ച് കലാരംഗത്തും ഇദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നിരവധി വേദികളിൽ ഇദ്ദേഹം മാജിക് അവതരിപ്പിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് കൃഷിയെ അടുത്തറിഞ്ഞ് അന്നം വിളയിച്ചെടുക്കുന്നതിലെ ഇദ്ദേഹത്തിൻ്റെ മാന്ത്രികതയാണ് ഇപ്പോൾ ഏവരെയും വിസ്മയിപ്പിക്കുന്നത്.